നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയാലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഇത്രയും നേരം പല എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് ആണുങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സോക്കേടാണ് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അതായത് ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ തന്നെയും ആ ഇറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലേഷൻ കിട്ടാത്ത കേസുകളാണിപ്പം കൂടുതലുള്ളത്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പല കാരണങ്ങൾ കൊണ്ട് പിന്നെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് സ്റ്റിമുലേഷനുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഫാമിലി ജീവിതം തകരാറാവും. അതുകൊണ്ട് ചെറിയ ആൾ അത് സഹിച്ചിരിക്കും, ചെറിയ ആൾ സഹിക്കത്തില്ല. അവർ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് ലൈഫ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിത് ഇത്രയും കണക്ക് ഇതൊരു വലിയ സബ്ജക്റ്റാണ് എന്ന് ഞാൻ ചുരുക്കി പറയാം. ഇതിന് ഏറ്റവും നല്ലത് എന്ന് പറയാം എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റുകളാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൈക്കോളജിക്കലായിട്ടുള്ളത്, ഒന്ന് ഫസ്റ്റ്. അതായത് ചില ആളുകൾ നമ്മളെ കൊണ്ട് നടക്കുമോ അല്ലെങ്കിൽ നടത്തില്ലയോ, സ്ത്രീകൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ ഒന്നും അറിയില്ല. പിന്നെ അവർക്ക് ചില ആൾക്ക് ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പല കാരണങ്ങളുണ്ട് വരും. ഒന്ന് സൈക്കോളജിക്കൽ ഞാൻ പറഞ്ഞു. പിന്നെ 2 അമിതമായിട്ട് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരുന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് വരുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണം ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയബറ്റിക് പേഷ്യൻറ്റും എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് നിങ്ങളെപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. അല്ലാതെ നമുക്ക് പരസ്യങ്ങൾ ഒരുപാട് കാണാം. നമുക്ക് പിന്നെ പേപ്പറിൽ തന്നെയും മിക്കവാറും ധാരാളം പരസ്യങ്ങൾ കാണാം. ചില മെഡിസിനെ പറ്റിയുള്ള പരസ്യങ്ങൾ കാണാം. പക്ഷേ ഇതൊന്നും വളരെ എഫക്റ്റീവ് അല്ല. അത് നിങ്ങൾ അതിനകത്തൊന്നും പോയി ചാടാതെ നിങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള ഉപദേശം തരും, അതിനുള്ള എക്സസൈസ് തരും, അതിനുള്ള ആഹാരം പറഞ്ഞു തരും. പിന്നെ അതുപോലെ വൈറ്റമിൻ തെറാപ്പി, അതുപോലെ മെഡിസിൻ. ഇപ്പോൾ ഉദാഹരണം ആൾ ചില മെഡിസിൻസ് ഈ പരസ്യം കണ്ടുകൊണ്ട് പോയി വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റും കൂടെ ഇല്ലാതാവും. അപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് പിന്നെ വലിയ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.